നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഒരു മനുഷ്യൻ ജനത്തിനു വേണ്ടി മരിക്കുന്നത് നല്ലത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 47 മുതൽ 52 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും സംഘം കൂടി, നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കുകയും റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരിലൊരുത്തനായി ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാപ്പാവ് തന്നെ അവരോട്, നിങ്ങൾ ഒന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചെതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ. കർത്താവായ യേശുക്രിസ്തു രോഗികൾക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്, ഭൂതബാധകർക്ക് വിടുതൽ നൽകിയിട്ടുണ്ട്, വെള്ളത്തെ വീഞ്ഞാക്കിയിട്ടുണ്ട്, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചിട്ടുണ്ട്, പിന്നെ കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തിയിട്ടുണ്ട്, മത്സ്യങ്ങളെ വെള്ളത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്, മത്സ്യങ്ങളെ വലയിൽ കുരുക്കിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഇതിനോടകം യേശു ചെയ്തതിനാൽ ആളുകൾ എപ്പോഴും യേശുവിൻ്റെ പിന്നാലെ, കാറ്റിലായാലും മരുഭൂമിയിലായാലും മലയിലായാലും പുഴയരിയിലായാലും ദേവാലയമുറ്റത്തായാലും യേശുവിൻ്റെ വചനം കേൾക്കാൻ ഇങ്ങനെ തനിച്ചു കൂടുകയാണ്. ഇപ്പോഴിതാ യേശു മരിച്ച ഒരാളെ ഉയർപ്പിച്ചിരിക്കുന്നു. മരിച്ച് 4 നാളായി നാട്ടം പറ്റിയ ലാസറിനെ. അത് യെരുശലേമിൻ്റെ വളരെ അടുത്ത 2 മൈൽ അല്ലെങ്കിൽ 2 നാഴിക മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ ഈ പരീശന്മാരും ശാസ്ത്രിമാരും പറയുകയാണ്, ഇവനെ ഇങ്ങനെ വിട്ടാൽ ജനം മുഴുവൻ അവൻ്റെ പിന്നാലെ പോകും. പിന്നെ അത് റോമാക്കാർക്ക് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്, ഒരു വിപ്ലവ പ്രസ്ഥാനമാണ് എന്ന് വിചാരിച്ച് റോമാക്കാർ ഇവിടെ വന്ന് വലിയ നാശങ്ങൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വളരെ ചിന്താക്കുഴപ്പത്തിലായ സമയത്ത് മഹാപുരോഹിതനായ കയ്യപ്പ അവരോട് പറയുകയാണ്, ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുത്തൻ നശിക്കുന്നത് നല്ലത് എന്ന് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അയാൾ ഉദ്ദേശിച്ചത് ഇവന് കൊന്നു കളയുക. അപ്പോൾ ഇത് വ്യാപിക്കത്തില്ലല്ലോ, റോമാക്കാരുടെ ഉദരവും നമുക്കുണ്ടാകില്ലല്ലോ, പിന്നെ ഇവർ ചെതറിപ്പോവുകയില്ല, ഇവര് ഒരു ശല്യവും ഉണ്ടാകുകയില്ലല്ലോ. ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അയാളൊക്കെ ആ വർഷത്തെ മഹാപുരോഹിതനായിരുന്നത് കൊണ്ട് അയാളുടെ നാവിലൂടെ ഒരു പ്രവചനം ദൈവം നൽകുകയായിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് മരുഭൂമി കൂടെ വരുന്ന സമയത്ത് മോവാബ് രാജാവ് അസൂയാലുവായി അദ്ദേഹം ഈ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാനായി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആരോ പറഞ്ഞു, ബയോറിൻ്റെ മകൻ ഒരു ബിലയാം എന്നൊരു കളപ്രവാചകനുണ്ട്, അതിലൊരു മന്ത്രവാദിയുണ്ട്. അയാളെ വിളിച്ചു വരുത്തിയാൽ അയാൾ മന്ത്രവാദം ചെയ്ത് അല്ലെങ്കിൽ ഇസ്രായേലിനെ ശപിച്ച് അവരെ ചെതറിച്ചോളും, അവരുടെ യാത്ര മുടങ്ങിക്കൊള്ളും. അയാളെ വിളിച്ചു. അയാൾ വന്ന് ഒരു മലയുടെ മുകളിൽ നിന്ന് ഇസ്രായേലിനെ ശപിക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് എതിരെ മന്ത്രവാദം ചെയ്യുകയാണ്. പക്ഷേ വേദോത്സവത്തിലുണ്ട്, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല, ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യയും ഫലിക്കുകയില്ല. കാരണം ദൈവമക്കളോട് കൂടെ ദൈവാത്മാവുണ്ട്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവാത്മാവുണ്ട്. അതുകൊണ്ട്, അല്ലെങ്കിൽ ആത്മാവിൽ ദൈവം മനുഷ്യനിൽ വസിക്കുകയാണ്, രക്ഷിക്കപ്പെട്ടവർ വസിക്കുകയാണ്. അതുകൊണ്ട് പിശാചിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വിശ്വാസിയിൽ സാത്താൻ കയറുകയില്ല. ഭൂതബാധ ഒരിക്കലും വിശ്വാസിക്കുണ്ടാകുകയില്ല. ചിലപ്പോൾ അവർക്ക്
ഒരു മാനസിക പ്രയാസം ഉണ്ടായി എന്ന് വരാൻ, ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടായി എന്ന് വേണമെങ്കിൽ വരാം. അല്ലെങ്കിൽ അവർക്കൊരു പേടിയോ ഭയമോ അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റിയൊക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷേ അത് വെറും സൈക്കോസോമാറ്റിക്, അത് തികച്ചും മാനസികമോ അല്ലെങ്കിൽ ശാരീരികമോ ആണ്. ഒരിക്കലും ഒരു വിശ്വാസിയിൽ ഭൂത ആവേശം ഉണ്ടാകുകയില്ല. ഞാനീ പറഞ്ഞ സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു ഗുളിക കൊടുത്താൽ മതി, അത് മാറിക്കിട്ടും. ഭൂതം മനുഷ്യനിൽ പ്രവേശിച്ചാൽ മാറ്റാൻ എന്തെങ്കിലും ഗുളികയുണ്ടോ? ഇല്ലല്ലോ. ഒരിക്കലും ഒരു വിശ്വാസിയിൽ ഭൂതം പ്രവേശിക്കുകയില്ല. ഭൂതത്തിനൊരു മീഡിയം വേണം. പാമ്പിൽ അത് ആദ്യം കയറി ഏതോം തോട്ടത്തിൽ, പിന്നീട് യേശുവിൻ്റെ കാലത്ത് അത് പന്നിയിൽ പ്രവേശിച്ചതായിട്ട് നമുക്കറിയാം, പന്നികളിൽ. അതുപോലെ അക്കാലത്ത് രക്ഷിക്കപ്പെടാത്ത മനുഷ്യരിൽ ഭൂതാവേശം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ട ആളുകളിൽ, സ്വർഗത്തിൽ പേരുള്ള, പാപമോചനം പ്രാപിച്ച, വീണ്ടും ജനിച്ച, ദൈവാത്മാവ് വസിക്കുന്ന ഒരു വിശ്വാസി, അവൻ്റെ ഭാഗത്ത് നല്ല ആത്മീയ സ്റ്റാൻഡേർഡൊന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കുകയില്ല. അവൻ 100 മേനിയൊന്നും വിളവില്ല, 60 30 മാത്രമേ കാണത്തുള്ളായിരിക്കും. പക്ഷെ എന്നാലും അവനിൽ ഭൂതം പ്രവേശിക്കത്തില്ല, പിശാച് പ്രവേശിക്കത്തില്ല, ഭൂതബാധ അവനുണ്ടാകത്തില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതാണ് ബൈബിളിൻ്റെ പൊതു സ്വഭാവം. അപ്പോൾ ഇവിടെ ഈ മഹാപുരോഹിതൻ പറയുകയാണ്, അതായത് ഒരു ജനത്തിനു വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് നല്ലതാണ്. അയാൾ ഉദ്ദേശിച്ചത് യേശുവിനെ കൊന്നു കഴിഞ്ഞാൽ അനുയായികളെല്ലാം ഓടി ചതറിപ്പോക്കോളും, അതിനാൽ പിന്നെ റോമക്കാരും നമ്മളെ ഉപദ്രവിക്കുകയില്ല, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ഇവനെ എങ്ങനെയും ഒതുക്കുക, ഇതാണ് അയാൾ പറഞ്ഞ ബുദ്ധി. പക്ഷേ അയാൾ വാസ്തവം പറഞ്ഞാൽ ദൈവാത്മാവിനാൽ, ആ വർഷത്തെ മഹാപുരോഹിതനായതുകൊണ്ട് ദൈവാത്മാവിനാൽ ഒരു പ്രവചനം പറയുകയായി. ഞാൻ പറഞ്ഞു വന്ന ബിലെയാം ഇസ്രായേലിനെ ശപിക്കാൻ വന്നു, പക്ഷേ അനുഗ്രഹവചനങ്ങളാണ് പുള്ളിയുടെ നാവിൽ നിന്ന് ഉണ്ടായത്. മനുഷ്യരുടെ നാവ് നൽകിയത് ദൈവമല്ലേ? ആ ദൈവം ഒരു നാക്കുപിഴ അയാൾക്ക് വരുത്തി, ഫറവോന്റെ രഥചക്രങ്ങളെ തെറ്റിക്കുമാറാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ എസെക്കിയേൽ 38 റോഷ്, മേശക്ക്, തൂബൽ എന്നിങ്ങനെയുള്ള ഇസ്രായേലിൻ്റെ ശത്രുക്കളെ വഴിതെറ്റിച്ച് മൂക്കിൽ ചൂണ്ട കൊടുത്ത് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തി യുദ്ധത്തിൽ ഏർപ്പെടുത്തി അവരെ തോൽപ്പിക്കും. ആരെ? ഈ ഇസ്രായേലിൻ്റെ ശത്രുക്കളെ തോൽപ്പിക്കും എന്ന് വാക്യമുണ്ട്. അപ്പം ഇവിടെ മഹാപുരോഹിതൻ വലിയ ഗുണമായിട്ടാണ് പറഞ്ഞത്. ഒരാൾ മരിച്ചാൽ അത് സമൂഹത്തിന് മൊത്തം നന്മയുണ്ടാകുമല്ലോ, അവനെ കൊന്നുക. പക്ഷെ അതൊരു പ്രവചനമായിരുന്നു. എന്താണ് ഇതിൻ്റെ ശരിയായ അർത്ഥം? യേശു മരിക്കുന്നതിനാൽ ആളുകൾക്ക്, ലോകത്തിന് ഗുണമുണ്ടാകാൻ പോകുന്നു. ജനം ചെതറുകയല്ല, ചെതറിയിരിക്കുന്നവർ ഒന്നായി തീരാനായിട്ട് ഇടയാകും. ഇപ്പോഴുള്ള ആളുകൾ മാത്രമല്ല, പുറത്തുള്ള ആളുകൾ, അതായത് ശമര്യക്കാരും പുറജാതികളും, അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളമുള്ള ആളുകൾ ഒരേ വിശ്വാസത്തിലേക്ക്, ഒരേ ആരാധനയിലേക്ക്, ഒരേ ജീവിത നിലവാരത്തിലേക്ക്, ആത്മീക ജീവിത നിലവാരത്തിലേക്ക് വരാൻ ഇടയാകും. ആ കാര്യമാണ് ഇയാളുടെ നാവിൽ നിന്നും സത്യത്തിൽ വന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് വേറൊന്നാണ്. യേശുവിനെ കൊന്നാൽ തൽക്കാലത്തേക്കുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമല്ലോ എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ അയാൾ പറഞ്ഞത് പ്രവചനമായിരുന്നു. ദൈവാത്മാവാണ് ആ സമയത്ത് അയാളുടെ നാവിൽ വ്യാപരിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ പ്രവചനപ്രകാരം യേശു താമസിയാതെ പിടിക്കപ്പെടുകയും കുരിശിക്കപ്പെടുകയും ചെയ്തു. യേശു മുമ്പേ പറഞ്ഞിരുന്നു, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് യേശു പറഞ്ഞിരുന്നു. അതാണ് സംഭവിച്ചത്. കർത്താവായ യേശു കുരിശിക്കപ്പെട്ട സമയത്ത് തന്നെ ആ ശതാധിപൻ, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു, സത്യമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. താമസിയാതെ യോസേഫ് എന്ന മന്ത്രിയും നിക്കോദീമോസ് എന്ന യഹൂദ ഉപദേഷ്ടാവും കൂടെ വന്ന് യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കി പുതിയ കല്ലറയിൽ മൂന്നാത്തിൽ സുഗന്ധവൃഗത്തോട് അടക്കുവാനിടയായി. നോക്കുക, ജീവിച്ചിരുന്ന യേശുവിനേക്കാൾ മരിച്ച യേശു ആദരണീയനായിത്തീരുകയാണ്. ആ സുവിശേഷം പെന്തക്കോസ്ത് പ്രസംഗിച്ചപ്പോൾ 3000 ആളുകൾ യേശുവിൻ്റെ പാദത്തിൽ വീഴാനിടയായി. പിന്നീട് ലോകത്തിൻ്റെ എല്ലാ രാജ്യത്തേക്കും ആ സുവിശേഷം പരക്കുവാനിടയായി. ആ മഹാപുരോഹിതൻ
പറഞ്ഞത് അത് അക്ഷരപ്രകാരം നിറവേറ്റപ്പെടുവാനിടയായി. ലോകത്തെമ്പാടുമുള്ള ജനമൊക്കെയും ഒരുമിച്ച് കൂടാൻ, ഒരേ വിശ്വാസത്തിലേക്ക് വരാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, അവർക്കെല്ലാം നന്മയുണ്ടാകാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി നമ്മുടെ നരകമേറ്റ് നമ്മെ സ്നേഹിച്ച് കുരിശിൽ യാഗമായ കർത്താവായ യേശുവിനെ നമുക്ക് സ്നേഹിക്കാം. യേശുവിൻ്റെ ജനത്തെ സ്നേഹിച്ച് നമുക്ക് ഒന്നായി ചേർന്ന് നിൽക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ.